തമിഴ്നാട് കന്യാകുമാരിയിൽ ക്രെയിൻ നിയന്ത്രണം വിട്ടിടിച്ച അപകടം. 2 പേർ മരിച്ചു, 4 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ക്രെയിൻ റോഡിലെ മറ്റു വാഹനങ്ങൾ ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രികനും റോഡ് വശത്ത് നിന്നയാളുമാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. റിനു ശ്രീധർ തിരുവനന്തപുരം ചെയ്യുന്നു. റിനു, എപ്പോഴായിരുന്നു അപകടം? ഈ അപകടത്തിൽ പരിക്കേറ്റയുടെ ആരോഗ്യനില സംബന്ധിച്ച് വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈലെ, കന്യാകുമാരി വിവേകാനന്ദപുരം റോഡിലാണ് വൈകുന്നേരം 4 മണിയോടുകൂടി ആ ക്രെയിൻ വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. റോഡ് വശത്ത് നിന്നിരുന്ന ഏകദേശം 6ഓളം പേരെ ഈ ക്രെയിൻ ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ളതാണ്. 2 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. ഡ്രൈവർ അടക്കം 4 പേർ ഇപ്പോൾ കന്യാകുമാരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കന്യാകുമാരി സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് ഷാനും അതുപോലെ തന്നെ ശബരിഗിരിയുമാണ് മരിച്ചത്. മുഹമ്മദ് ഷാൻ തമിഴ്നാട് വിക്ടറി അസോസിയേഷന്റെ എക്സിക്യൂട്ടീവാണ്. ശബരിഗിരി കാറ്ററിംഗ് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയാണ് ശബരിഗിരി എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡ്രൈവർ അടക്കം 4 പേരെയും ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കന്യാകുമാരി മൈലാടിയിൽ താമസിക്കുന്ന ഗണപതി എന്ന് പറയുന്ന യുവാവാണ് ക്രെയിൻ വാഹനം ഓടിച്ചിരുന്നത്. ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നു എന്നുള്ള ഒരു വിവരവും പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും ദാരുണമായിട്ടുള്ള സംഭവം. 2 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുഹൈൽ, ഈ മദ്യലഹരിയിൽ ഓടിച്ച വാഹനമാണ് അപകടം വരുത്തിയതെന്ന വിവരം പോലീസ് പറയുന്നുണ്ട്. സ്ഥിരീകരണം വരുന്നേയുള്ളൂ. എന്തായാലും ദാരുണമായ അപകടമാണ് ഉണ്ടായത്. റിനു ശ്രീധർ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.